ഹലോ ഹായ്. ഇന്നലെ ശ്രുതിയുടെ മകൻ മൂത്ത മകൻ കിച്ചുവിൻ്റെ ഒരു വീഡിയോ ലൈവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവൻ പറയുന്നുണ്ട് ഈ ഷമീന ബീഗം പോലുള്ള കുറേ ആൾക്കാർ കിച്ചു മദ്യപിച്ച് വണ്ടി ഓടിച്ചു എന്നും പോലീസ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടന്ന സംഭവമാണ്. അവൻ്റെ കൂട്ടുകാരെ കോട്ടയത്തുള്ള കൂട്ടുകാരെ കാണാൻ വന്ന സമയത്ത് കള്ള് കുടിച്ചു. കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ കള്ള് അവർ എല്ലാവരും നിർബന്ധിച്ച് അവൻ കള്ള് കുടിച്ചു. ആ കള്ള് കുടിച്ചിട്ട് വീട്ടിലേക്ക് എത്താറായപ്പം പോലീസ് ജീപ്പ് കൊണ്ടു നിർത്തി എവിടെ പോകുന്നു ചോദിച്ചു. വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ കള്ള് കുടിച്ചിട്ടുണ്ടെന്ന് ഇവൻ തന്നെ അവരോട് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ കൂട്ടുകാരൻ കുടിച്ചിട്ടില്ലായിരുന്നു. അവനോട് പറഞ്ഞു നീ ബൈക്ക് എടുത്ത് പുറകെ വാ. ഇവനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. അവരവിടെ ഇരുന്ന് തന്നെ കാര്യങ്ങൾ ചെയ്ത് അവിടെ പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവന് ഉടനെ തന്നെ പെറ്റി റെസിപ്റ്റ് കൊടുത്തു. എന്നിട്ട് രാത്രി 1 മണിയായിരുന്നു സമയം. പാതിരാത്രി തന്നെ ഇവനെ വിട്ടു. അല്ലാണ്ട് രേണുവിൻ്റെ അച്ഛൻ തങ്കച്ചനോ മറ്റുള്ളവരോ ആരുമല്ല അവരെ പുറത്തിറക്കിയത്. അപ്പോൾ അവനത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടുത്തെ പപ്പ വന്ന് ഇറക്കി എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ ഇട്ടേക്കുന്നത്. ആരും ഇറക്കിയില്ല. ഞങ്ങൾ രണ്ടുപേരും തന്നെ പാതിരാത്രിക്ക് തിരിച്ച് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെയാണ് അവർ വന്നതെന്നാണ് പറയുന്നത്. അപ്പം ഞാനിത് പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ അന്നാസിതറായിട്ട് എന്തിനാണ് ഈ പിള്ളേരെയൊക്കെ വലിച്ചഴിക്കുന്നത്? അവരുടെ പ്രായം അതല്ലേ. അച്ഛൻ കുടിയനാന്ന് പറഞ്ഞല്ലേ, അച്ഛൻ കുടിച്ചു അല്ലെ അച്ഛൻ മദ്യപിച്ച് നടന്ന ഒരാളാന്ന് പറഞ്ഞ് മക്കളൊന്നിനൊന്നും ഒരിക്കലും മദ്യപിക്കില്ല. കുടിയന്മാരുടെ മക്കൾ മാക്സിമം കുടിക്കാത്ത പിള്ളേരായിരിക്കും. അങ്ങനെ അവർ ആ കുടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും എല്ലാം മനസ്സിലാക്കിയായിരിക്കും അവർ ജനിച്ചു വരുന്നത്. പിന്നെ രേണുവിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കരുത്, അല്ലെ രേണു എന്തിനാണ് ഇങ്ങനെ പോണത്, മോനൊന്ന് ഉപദേശിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഓരോരുത്തർ കമൻറ്റ് അയക്കുന്നതായിട്ട് അവൻ അത് ലൈവിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, ഞാൻ എന്തിനാണ് അതിനകത്ത് എതിർക്കേണ്ട ആവശ്യമെന്നാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവന് 13 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് രേണുവിനെ സുവിവാഹം കഴിക്കുന്നത്. അപ്പോൾ അവൻ ടീനേജ് തുടങ്ങിക്കഴിഞ്ഞു. ടീനേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കുട്ടിയെ വളർത്തി കൊണ്ടുവന്നത് രേണുവല്ല. അവനെ അവൻ്റെ ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്ത് അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവൻ അമ്മ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവനെ ഒരിക്കലും രേണു വളർത്തിയിട്ടില്ല. അവന് ടീനേജിലേക്ക് എത്തിക്കഴിഞ്ഞു ആ സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. അല്ലാണ്ട് ഈ രേണുവും കിച്ചുവും തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതാദ്യം മനസ്സിലാക്കും. ആകെപ്പാടെ കിച്ചുവിനെ സംബന്ധിച്ച് രേണുവിൻ്റെ 2ാമത്തെ മകനാണ് കിച്ചുവിൻ്റെ ബന്ധു, അവൻ്റെ സ്വന്തം അനിയൻ. അവൻ്റെ ആ അനിയനോട് മാത്രമാണ് അവന് ബന്ധം. അല്ലാണ്ട് അമ്മ അങ്ങനെ പോകരുതെന്നും പറഞ്ഞാൽ അവന് നിർബന്ധമായിട്ട് അധികാരത്തിൻ്റെ ഭാവത്തിൽ പോകാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ മോൻ എന്നോട് പറയുന്ന കണക്ക് കിച്ചുവിന് പോയി പറയാൻ പറ്റത്തില്ല, അമ്മ നിങ്ങൾ അവിടെ പോകരുത്. അതുമല്ല അവൻ പറഞ്ഞു അവൻ്റെ അമ്മ അത് അവരുടെ ഇഷ്ടമാണ്, ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് പറഞ്ഞു. അത് നല്ല മറുപടിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മുഴുവൻ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലിൽ കയറുക, അല്ലെങ്കിൽ കിച്ചുവിൻ്റെ ലൈവിലും കിടപ്പുണ്ട്. അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സ്. നമ്മൾ പുതിയ ആൾക്കാരൊന്നുമല്ല. 2019 മോണിറ്റൈസേഷൻ ആയ നല്ലൊരു ചാനൽ ഉണ്ടായിരുന്നു. എൻ്റെ ചാനൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്ന് അടിച്ചു പോയതാണ്. അപ്പോൾ ബിഗ് ബോസിൻ്റെ അപ്ഡേഷൻസ് ഇടാനും കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് വന്ന് സ്ട്രൈക്ക് 1 മിനിറ്റും 30 സെക്കൻഡുള്ള 3 വീഡിയോസ് ഞാൻ ഇട്ടു. അങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നു. എൻ്റെ അടുത്ത് കുറേ ജിനൂസ് വ്ലോഗ് ഉൾപ്പെടെയുള്ള എല്ലാവരും പറഞ്ഞാണ്, രാജേട്ടനൊക്കെ പറഞ്ഞാണ്, പക്ഷെ നടന്നില്ല. എല്ലാം സ്ട്രൈക്ക് ഒന്ന് അടിച്ചു പോയി. അങ്ങനെ ചാനൽ പോയതുകൊണ്ടാണ് പുതിയ ചാനലാണ് തുടങ്ങിയത്. 1 വർഷത്തോളം ആയി കേട്ടോ.